സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിനു കാരണം നഗരസഭയുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി CPI പ്രവർത്തകരുടെ പ്രതിഷേധം. കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിലെത്തി സെക്രട്ടറി ഉപരോധിച്ചു. ഇന്ന് രാവിലെ 12 മണിയോടെയായിരുന്നു സമരം. ഇന്നലെ തിങ്കളാഴ്ച രാത്രി നഗരമധ്യത്തിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. നഗരസഭയുടെ കീഴിലുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു തീപിടുത്തം. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം നഗരസഭയുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിലാണ് സൂക്ഷിക്കുന്നത്. മാലിന്യം സൂക്ഷിക്കുന്ന മുറികളുടെ ഭാഗത്തുനിന്ന് തീ പടരുന്നത് രാത്രിയിൽ ഓട്ടോ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തീ അണയ്ക്കാനായതാണ് രക്ഷയായത്. അജൈവ മാലിന്യം ചാക്കുകളിലാക്കി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ സൂക്ഷിക്കുന്നതിനെതിരെ നേരത്തെ CPI രംഗത്ത് വന്നിരുന്നു. ഈ ഒരു ഉപരോധ സമരത്തിന് കാരണം ഇന്നലെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്തെ മുഴുവൻ മാലിന്യങ്ങളും തള്ളുന്നൊരു കേന്ദ്രമാക്കി നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ CPI ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിയതും അതിൽ ചില ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചതാണ്. എന്നാൽ ആ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥിതി വളരെ ധിക്കാരപരമായ രീതിയിൽ തുടരുന്നൊരവസ്ഥയാണ് കൊണ്ടോട്ടിയിൽ കണ്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്നലെ ആ മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്ന മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കേന്ദ്രം വലിയ രീതിയിലുള്ള അഗ്നിബാധ ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള 5-6 ഫയർ എഞ്ചിനൊക്കെ വന്നിട്ടാണ് ആ തീ അണക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ ആളപായമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇവിടുത്തെ പോലീസ് സംവിധാനം പൊതുജനങ്ങളൊക്കെ വളരെ പണിപ്പെട്ടിട്ടാണ് ആ ഒരു തീ അണച്ചത്. അത്രമാത്രം ഗൗരവകരമായ സ്ഥിതിയാണ് കൊണ്ടോട്ടി. ദിനേന ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്നത് ബസ് സ്റ്റാൻഡ് ഒരു മാലിന്യത്തിന് കേന്ദ്രമാക്കിയാണ്ട് കൊണ്ടോട്ടിയെ ആകെ കത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു ഭരണ സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം സെക്രട്ടറി അടക്കം ഉപരോധിക്കുന്ന CPIയുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലൊരു തീരുമാനം, സ്ഥായിയായ തീരുമാനങ്ങളില്ലെങ്കിൽ, അത് ശാസ്ത്രീയമായ ഒരു MCF സ്ഥാപിച്ചുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി CPI മുന്നോട്ട് പോകും. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ മാലിന്യ ചാക്കുകൾ നിക്ഷേപിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പോലീസും സ്ഥലത്തെത്തി. Air One ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.